ആമേൻ. മുന്നോട്ടുള്ള തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ അനീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സുന്ദരമായ ഈ സായാഹ്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഈ പ്രയർ ലൈനിലായിരിക്കാൻ, ഷിക്കാഗോ പ്രയർ ലൈനിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. അതുപോലെ തന്നെ നാട്ടിലെ പ്രഭാത സമയത്ത് ഒരുമിച്ച് രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്ന് ഈ പ്രയർ ലൈനിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ പ്രയർ ലൈൻ നടത്തുന്നതിന് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് നിങ്ങളോടൊപ്പം തിരുവചനം ധ്യാനിക്കുന്നതിന് എനിക്ക് ഈ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ഈ പ്രയർ ലീഡ് ചെയ്യുന്ന സുനിൽ പാസ്റ്ററിനോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസന ഇന്നലെ ആണ് എന്നോട് തിരുവചനം ഇങ്ങനെ സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് 2 മണിക്കൂർ മുമ്പ് ഇവിടെ ഫ്ലോറിഡയിലുള്ള FRM പ്രയർ ലൈൻ എന്ന് പറയുന്നൊരു പ്രയർ ലൈൻ നടത്തുന്ന ജോൺസൺ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, തിരുവചനം ഇന്ന് വൈകിട്ട് സംസാരിക്കാമോ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ ആ പ്രയർ ലൈനിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുവാനായിട്ട് താമസിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ദൈവവചനം പറയാം എന്ന് നമ്മൾ ഉത്സാഹത്തോടെ പറയുമ്പോൾ ദൈവം അത് കണ്ട് പിന്നെയും വാതിലുകൾ തുറക്കുകയാണ്. എന്നാൽ ചില ആളുകളോട് ഈ പ്രയർ ലൈൻ നടത്തുന്നവർക്ക് അറിയാമല്ലോ, ചില ആളുകളോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാകട്ടെ, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം, അങ്ങനെയൊക്കെ പറയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ എന്താണ്, സമയത്തും അസമയത്തും ഒക്കെ നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. ഇന്ന് ഈ പ്രയർ ലൈൻ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇങ്ങനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. പ്രയർ ലൈന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പ്രയർ ലൈന് നമുക്കറിയാമല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ചൊവ്വാഴ്ച വൈകിട്ട്, നാട്ടിലെ ബുധനാഴ്ച രാവിലെ. അത് 7 ദിവസവും ആക്കിയത് 2021 മാർച്ചിലാണ്. ഇപ്പോൾ ഏകദേശം 4 വർഷം ആകുന്നു. അത് 7 ദിവസം ആക്കുന്ന സമയത്ത് പറഞ്ഞു, 7 ദിവസം ആക്കി ആര് വരാന്, അല്ല 7 ദിവസം പ്രസംഗിക്കാൻ ആരെ കിട്ടും, ആര് വരും, ഒരു ദിവസം വന്നേ ആൾ വരും, 7 ദിവസമൊന്നും ആളിനെ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, നമുക്ക് എത്രയോ മണിക്കൂറുകൾ നമ്മൾ എന്തിനെല്ലാം ചെലവഴിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പകുതിയോളം നമ്മൾ ഉറങ്ങുകയാണ്. ഉറക്കം നമുക്ക് ആവശ്യമാണ്, ദൈവം നൽകിയതാണ്. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ കണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ സമയം കളയുന്നു. 1 മണിക്കൂറുടെ ദൈവസന്നിധിയിൽ ഇരുപ്പാൻ നമുക്ക് സാധിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ അധികം ആമുഖങ്ങളില്ലാതെ നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യമാണ്. പുറപ്പാട് 12:37, ബുക്ക് ഓഫ് എക്സോഡസ് 12:37. ഞാനത് വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി രമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ ഇത് വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി രമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ പ്രയർ ലൈനിൽ പതിവായിട്ട് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായി വചനം, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഹൃദയത്തിൽ ശക്തിയായി വന്ന് അനേകം ഫലം കായ്ക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്നതിനും അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. പറഞ്ഞു തരാത്ത കൃപകൾക്കായി സ്തോത്രം. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. സാന്നിധ്യബോധത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചതായ ഭാഗം, ആ സാഹചര്യം നമുക്ക് അറിയാമല്ലോ. ഇസ്രായേൽ ജനത 400 വർഷങ്ങൾ നീണ്ട അവരുടെ അടിമത്തത്തിൽ നിന്ന്
സ്വതന്ത്രരായി വിജയഭേരി മുഴക്കിക്കൊണ്ട് അവര് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. 6 ലക്ഷം പുരുഷന്മാർ. 6 ലക്ഷം പുരുഷന്മാർ ഉണ്ടെങ്കിൽ 6 ലക്ഷം സ്ത്രീകളുമുണ്ട്. 6 ലക്ഷം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ 6 ലക്ഷമോ അതിൽ കൂടുതലോ കുട്ടികളുമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 18-20 ലക്ഷം പേരാണ് ആ യാത്ര പുറപ്പെടുന്നത്. എത്ര വലിയ ഒരു ജനസമൂഹമാണ്! 22 ലക്ഷം പേരെ നമുക്ക് ഒരുമിച്ച് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഇവിടെ ചില ചർച്ചുകളുണ്ട്, 20,000 പേർക്കൊക്കെ ഇരിക്കാവുന്ന ചർച്ചുകളുണ്ട്. അല്ലെങ്കിൽ സ്റ്റേഡിയമുണ്ട്, 25,000 പേരൊക്കെ ഇരിക്കുന്ന സ്റ്റേഡിയമുണ്ട്. അത് തന്നെ എത്ര വലിയ ഒരു ജനസമൂഹമാണ്! അപ്പോൾ 20 ലക്ഷം പേര് 2 മില്യൺ, 2 ദശലക്ഷം, 2 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാവുന്നതിലും വലിയ ഒരു ജനസമുച്ചയമാണ്. അത്രയും പേര് ഇങ്ങനെ അവിടെ നിന്ന് യാത്രയാവുകയാണ്. ആ യാത്രയുടെ പശ്ചാത്തലം നമുക്ക് അറിയാമല്ലോ. ഈ യാത്ര നാമുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അവർ യാത്ര ചെയ്തതിന് നമുക്കെന്താണെന്ന് നമ്മൾ ചിന്തിക്കാവുന്നാൽ, ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തെ കുറിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് സമാനമായ ഒരു യാത്രയായിട്ട് നമുക്കിതിനെ കാണുന്നതിനായിട്ട് സാധിക്കും. 139 സങ്കീർത്തനം പറയുന്നത് അങ്ങനെയാണല്ലോ: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു. ഞാൻ എവിടെ പോയാലും നീ എന്നെ അറിയുന്നു. നിന്നെ വിട്ട് എനിക്ക് എവിടേക്കും പോകാൻ കഴിയില്ല. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകും? ആഴിയുടെ അഗാധതയിൽ പോയാലും, ഉത്തുംഗമായ പർവ്വതത്തിന്റെ ആ ഗിരിശൃംഗത്തിന്റെ ഔന്നത്യത്തിൽ പോയാലും, അല്ല മരുഭൂമിയുടെ വിജനതയിലേക്ക് ഞാൻ ഓടിപ്പോയാലും, നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടേക്കും എനിക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ട് ഈ യാത്ര എങ്ങനെയാണ്? നമ്മുടെ ജീവിതമാകുന്ന ഒരു യാത്രയാണ് പ്രിയമുള്ളവരെ. സംഖ്യാപുസ്തകം 33 അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ഈ യാത്രയുടെ വിശദാംശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ളവരുടെ യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഈ യാത്ര ഇന്ന് നമുക്ക് അറിയാം, നടന്നു പോയാൽ തന്നെ 2 ആഴ്ചത്തെ യാത്രയേ ഉള്ളൂ, 2-3 ആഴ്ചത്തെ യാത്രയേ ഉള്ളൂ ഈ ദൂരം. എന്നാൽ ഇവർ യാത്ര ചെയ്ത് എത്രയാണ്? 40 വർഷങ്ങളാണ് ഇവർ ഈ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ കറങ്ങി അവർ യാത്ര ചെയ്യാണ്. ആ യാത്രയിൽ അവരിൽ മിക്കപേരും നശിച്ചു പോയെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആരംഭിച്ചതായ ഈ യാത്ര, ദൈവത്തിന്റെ അതിശയങ്ങളും അത്ഭുത പ്രവൃത്തികളും ഒക്കെ അനുഭവിച്ച ഈ ജീവിതയാത്ര, എന്നാൽ അവരെ മറുതലിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു നമുക്ക് കാണാം. ദൈവത്തെ മറുതലിച്ചുകൊണ്ടുള്ള യാത്രയിൽ അവരെങ്ങും എത്താതെ പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക്, ഈ ആരംഭിക്കുന്നതായ യാത്രയുടെ പ്രത്യേകത എന്താണ്? ചൈനീസ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്: എ ജേർണി അറൗണ്ട് ദ വേൾഡ് സ്റ്റാർട്ട് വിത്ത് 1 സ്റ്റെപ്പ്. ഭൂലോകം മുഴുവൻ ചുറ്റാനുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവട് വയ്പോടുകൂടെയാണ്. ഇവർ ഈ യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഈ യാത്രയുടെ പ്രത്യേകത പ്രിയമുള്ളവരെ, ഈ സുക്കോത്തിൽ നിന്ന്, ഈ രാംസേസിൽ നിന്ന് അവർ യാത്ര ആരംഭിക്കുകയാണ്. രാംസേസിന്റെ പ്രത്യേകത എന്താണ്? രാംസേസ് ഒരു സംഭാര നഗരമാണ്. ഇവർ ഈ യാത്ര ആരംഭിക്കുന്നത് വിജയഭേരിയൊക്കെ മുഴക്കിക്കൊണ്ട് അവർ നമുക്കറിയാം, അടിമകളായി, വെറും യാതൊരു പാവപ്പെട്ടവരായി, യാതൊരു സമ്പാദ്യവും ഇല്ലാത്തവരായിട്ടാണ് ഇസ്രായേൽ മക്കൾ അവിടെ ജീവിച്ചത്. എന്നാൽ ഇന്ന് ഇവർ യാത്രയാകുന്നത് സമ്പന്നരായിട്ടാണ്. ഈ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും അവരുടെ വജ്രവും സ്വർണവും വെള്ളിയും വിശേഷമായ ആഭരണങ്ങളും വിശേഷമായ വസ്ത്രവും ഒക്കെ വാങ്ങി അങ്ങനെ സമ്പന്നരായിട്ടാണ് അവർ യാത്ര ആരംഭിക്കുന്നത്. അവർ വിജയഭേരി മുഴക്കിക്കൊണ്ട് നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായിട്ട് അവർ യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഈ യജമാനന്മാർ, എല്ലാവരും അവരുടെ മൂത്ത മക്കൾ മരിച്ചതിൻ്റെ, അവരെ ശവസംസ്കരിക്കുന്ന ആ വിലാപഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ മക്കൾ വിജയഭേരിയോടുകൂടെ ആനന്ദത്തോടുകൂടെ അവര് യാത്ര ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, പീഡിപ്പിച്ചതായ നൂറ്റാണ്ടുകളോളം അവരെ പീഡിപ്പിച്ച യജമാനന്മാർ, സമ്പന്നരായ യജമാനന്മാർ, ഇന്ന് അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അതെല്ലാം അപഹരിച്ച് അവരുടെ മക്കൾ മരിച്ചതിന് വിലാപഗീതം പാടുമ്പോഴാണ്, അല്ലെങ്കിൽ കരഞ്ഞ് അലമുറ ഇടുമ്പോഴാണ് ഇസ്രായേൽ മക്കള് സന്തോഷത്തോടുകൂടെ
അവരെ വിജയത്തോടുകൂടെ സ്വതന്ത്രരായിട്ട് അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് ഇത് തന്നെയാണ് നമുക്ക് ലോകത്തിൽ കാണുന്നത്. നമ്മെ പീഡിപ്പിക്കുന്നതായ, സഭയെ പീഡിപ്പിക്കുന്നതായ ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇന്ന് കേട്ടല്ലോ, ആ ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ ദാസനെയും ഭാര്യയെയും 5 വർഷത്തേക്കാണ് ഒരു കാരണമില്ലാതെ ജയിലിൽ ഇടാനായിട്ട് ഇന്ന് വിധിച്ചിരിക്കുന്നത്. 5 വർഷം 2 ജയിലുകൾ അവരെ ഇടുകയാണ്. എത്ര ഭയാനകമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം, അദ്ദേഹം ജോയ്സ് സിസ്റ്ററിന്റെ ജെറാം മിനിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം സാക്ഷിയൊക്കെ പറഞ്ഞാണ്, അദ്ദേഹവും ഭാര്യയും സാക്ഷിയൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അവർ ഭയങ്കരമായിട്ടൊരു അനുഭവത്തിലാണല്ലോ. പീഡിപ്പിക്കുന്നതായ, ദൈവജനതയെ പീഡിപ്പിക്കുന്നതായ ജനസമൂഹത്തെ ദൈവം ന്യായം വിധിക്കുന്നതായ ഒരു ദിവസമുണ്ട് എന്നാണ് ഈ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും ലോസ് ആഞ്ചലസിലെ പടർന്ന് കൊണ്ടിരിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ പ്രിയമുള്ളവർ. ഇന്നലെ ഞാൻ കേട്ട വാർത്തയിൽ ഒരു പുതിയ തീ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആ മറ്റേ തീ 5-6 ദിവസമായിട്ട് പടർന്ന് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തീ അതുപോലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് കേൾക്കുകയുണ്ടായി. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനസമൂഹം അത് അനുഭവിക്കുന്നതായ, അവര് നേരിടാൻ പോകുന്നതായ വിപത്തുകൾ എന്തൊക്കെയാണെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നഗരത്തിന്റെ പ്രത്യേകത എന്താണ്? അതൊരു സംഭാര നഗരമാണ്. ആ നഗരം, റാംസേസ് എന്ന് പറഞ്ഞ ഈ നഗരം സ്ഥാപിച്ചത് റാംസേസ് രണ്ടാമൻ എന്ന ഒരു രാജാവാണ്, എന്നൊരു ഫറവോനാണ് ഈ രാജ്യം സ്ഥാപിച്ചത്. അത് മിസ്രൈമിന്റെ കുറെ നാളുകൾ ആ മിസ്രൈമിന്റെ ഒരു തലസ്ഥാനമായത്. അവിടെ സംഭാര നഗരങ്ങൾ ഉണ്ടായിരുന്നു. ധാന്യവും യുദ്ധസാമഗ്രികളും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന നഗരം. ആ നഗരം സമ്പന്നതയുടെ ഒരു പ്രതീകമാണ്. മിസ്രൈമിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. ഈ ലോസ് ആഞ്ചലസ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്, അഭിമാനത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അത് അടിമത്തത്തിന്റെ പ്രതീകമാണ്, യാതനയുടെ പ്രതീകമാണ്. നമുക്കറിയാം, അവരെ കൊണ്ട് രാപ്പകൽ അധ്വാനിച്ചാണ് ഈ വലിയ സംഭാര നഗരങ്ങളൊക്കെ മിസ്രൈമിൽ പണിഞ്ഞത്. ഇവര് രാവെളുക്കോളം ഇവര് ചങ്ങല, കയ്യിൽ ചങ്ങല, അരയിൽ ചങ്ങല, കാലിൽ ചങ്ങല, ഈ ചങ്ങലയൊക്കെ ധരിച്ച് ആ വെയിലത്ത് ശരിയായിട്ടുള്ള ആഹാരമൊന്നും കഴിക്കാൻ ഇല്ലാതെ അവര് അധ്വാനിച്ച്, മൃഗങ്ങള് അധ്വാനിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് അധ്വാനിച്ചാണ് അവര് ഈ അധ്വാനത്തിന്റെ, ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അധ്വാനത്തിന്റെ ഒരു സ്ഥലമാണ്, നിഷ്ഫലമായ അധ്വാനത്തിന്റെ സ്ഥലമാണ്, ഈ അടിമത്തത്തിന്റെ സ്ഥലമാണ് റാംസേസ്. അങ്ങനെ ആ സ്ഥലം അവിടെയാണ്. എന്നാൽ ഇവരിവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഈ ഇസ്രായേൽ മക്കള് ഈ മിസ്രൈമിൽ വന്നപ്പോൾ അവര് ഫറവോനോട് പറഞ്ഞു, യോസഫ് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് ഗോഷൻ എന്ന ആ സ്ഥലമാണ്, ഏറ്റവും പച്ചപ്പ് നിറഞ്ഞതായ, ഞങ്ങൾ ആട്ടിടയരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പച്ചയായ സസ്യലതാദികളുള്ള ഒരു സ്ഥലമാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഏറ്റവും സമ്പൽ സമൃദ്ധമായ ആ സ്ഥലത്താണ് അവർ തമ്പടിച്ചത്. എന്നാൽ ഇന്ന് അവരെവിടെയാണ്? ഇന്ന് ഈ അടിമത്തത്തിന്റെ നഗരത്തിലാണ്, ഈ യാതനയുടെ നടുവിലാണ് ഇവര് ആയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ നഗരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ദാറ്റ് ഈസ് എ സിറ്റി ഓഫ് ഫ്യൂട്ടിലിറ്റി, നിഷ്ഫലതയുടെ ഒരു നഗരമാണ്. ഇവര് രാപ്പകൽ അവിടെ അധ്വാനിക്കുകയാണ്. എന്നാൽ ഇതൊരു സമൃദ്ധിയുടെ നഗരമാണെങ്കിലും സമൃദ്ധിയുടെ മധ്യത്തിൽ പട്ടിണി കൊണ്ട്, യാതന കൊണ്ട് അവര് നശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണല്ലോ, ഇത് അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെയും പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ ആളുകൾ തന്നെ, ചില പാസ്റ്റർമാരൊക്കെ തന്നെ നാട്ടിൽ നല്ല ശുശ്രൂഷയൊക്കെ ചെയ്തവര് അമേരിക്കയിൽ വരാമെന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ രാപ്പകൽ അധ്വാനിക്കുകയാണ്. സോഡ വിൽക്കുന്നു, അല്ലെങ്കിൽ പെപ്സി വിൽക്കുന്നു, സിഗരറ്റ് വിൽക്കുന്നു, ഇതൊക്കെയാണ് ജോലി. എന്നിട്ട് എന്താണ് ഫലം? ഈ ഇസ്രായേൽ മക്കൾ അധ്വാനിക്കുന്നത് പോലെ നിഷ്ഫലമായിട്ടുള്ള ഒരു അധ്വാനമാണ്. എത്ര അധ്വാനിച്ചാലും അതിന് ഫലമില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പ്രിയമുള്ളവർ, ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുള്ള, ഹഗ്ഗായി 1-ാം അധ്യായം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ, നിങ്ങൾ കൂലി വാങ്ങി, നിങ്ങൾ ഓട്ടസഞ്ചിയിൽ ഇടാനായിട്ടാണ് നിങ്ങൾ കൂലി വാങ്ങുന്നത്, എത്ര മേടിച്ച് എത്ര കിട്ടിയാലും
എങ്ങോട്ടാ ഇടുന്നതെന്ന് കാണുന്നില്ല. അധ്വാനം ഉണ്ട്, ഇഷ്ടംപോലെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ ഫലം കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ പ്രത്യേകിച്ച് അമേരിക്കയിൽ എങ്ങനെയാണ്, നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു മാസം, നാട്ടിലോ ഗൾഫിലോ ഒക്കെ ആണെങ്കിൽ ഒരു മാസം ഇത്ര രൂപ ശമ്പളം അങ്ങനെയാണല്ലോ. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, മണിക്കൂറിന് ശമ്പളം എന്നാണ്. അപ്പോൾ ഞായറാഴ്ച പള്ളി പോകേണ്ട സമയത്ത് 5 മണിക്കൂറൂടെ ജോലി ചെയ്താൽ ഇത്രയോ ശമ്പളം കിട്ടും എന്നാണ് എത്രയോ പേര് അങ്ങനെ ജോലി ചെയ്യുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവഹിതമല്ലാത്ത സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്താൽ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ എത്ര അധ്വാനിച്ചാലും അതിൻ്റെ അകത്ത് ഫലമില്ലാതെ പോകും. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു. നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ എന്നിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഫലം കായ്ക്കത്തുള്ളൂ. എന്നിൽ വസിക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടി തീക്കാത്തിട്ട് കളയുകയാണ്. അതുകൊണ്ട് കർത്താവിൽ വസിച്ച് നമുക്ക് ഫലം കായ്ക്കാം. ഈ റാംസേസ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അത് വളരെ സമ്പന്നമായ സ്ഥലമാണെങ്കിലും, സംഭാര നഗരങ്ങളുടെ സ്ഥലമാണെങ്കിലും, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അത് ഫലശൂന്യതയുടെ പ്രതീകമാണ്. എത്ര അധ്വാനിച്ചിട്ടും ഫലമില്ലാത്തതായ ഫലശൂന്യതയുടെ പ്രതീകമാണ്. അതുകൊണ്ട് എത്ര അധ്വാനിച്ചാലും അവർക്ക് അതിന് ഫലം കിട്ടാത്തതായ ഒരു സ്ഥലമാണ് റാംസേസ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിക്കുന്ന സ്ഥലത്ത് നമുക്കായിരിക്കാം, ദൈവഹിതത്തിൽ നമുക്കായിരിക്കാം. നാം ദൈവഹിതത്തിൽ അല്ലെങ്കിൽ നാം എത്ര അധ്വാനിച്ചാലും അതിന്റെ ഫലമൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമതായിട്ട്, റാംസേസ് ഈസ് എ പ്ലേസ് ഓഫ് ബ്ലാസ്ഫമി. ദൈവനിന്ദയുടെ ഒരു സ്ഥലമാണ് റാംസേസ്. മിസ്രൈമിനെ സംബന്ധിച്ച് ഇത് ആരാധനയുടെ ഒരു കേന്ദ്രമാണ്. ആരെയാണ് ആരാധിക്കുന്നത്? സൂര്യദേവനെ ആരാധിക്കുന്ന ആരാധനയുടെ കേന്ദ്രമാണ്. നമുക്കറിയാം, ഈ റാംസേസ് രണ്ടാമൻ എന്ന് പറഞ്ഞ ആ ഫറവോൻ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സൂര്യനായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവം. അദ്ദേഹം സ്ഥാപിച്ചതായ ഒരു നഗരമാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇത് ദൈവനിന്ദയുടെ ഒരു സ്ഥലമാണ്. എന്നാൽ ദൈവത്തെ നിഷേധിക്കുന്നതായ ഒരു സ്ഥലത്താണ് അവരായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ജീവനുള്ള ദൈവത്തെ തള്ളിപ്പറയുന്നതായ, അവരെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനസമൂഹത്തെ അധിക്ഷേപിക്കുന്നതായ, പീഡിപ്പിക്കുന്നതായ ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ആ പട്ടണമല്ല. നമുക്കറിയാം, അബ്രഹാം, ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരൊക്കെ സമ്പന്നരായിരുന്നെങ്കിലും അവർ ഈ നഗരത്തിന് വേണ്ടിയല്ല കാത്തിരുന്നത്. ദൈവം ശില്പിയായി അടിസ്ഥാനമിട്ടതായ ആ നഗരത്തിന് വേണ്ടി അവര് കാത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലോകത്തില് നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ദൈവം അടിസ്ഥാനമിടുന്നതായ ആ നഗരത്തിന് വേണ്ടി, ആ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അതുകൊണ്ട് ഈ ഇസ്രായേൽ മക്കൾ താമസിച്ചത് എവിടെയാണ്? റാംസേസ് നഗരം, സിറ്റി ഓഫ് സ്ലേവറി, അടിമത്തത്തിന്റെ, അതുപോലെ തന്നെ നിഷ്ഫലതയുടെ, അതുപോലെ തന്നെ ദൈവനിന്ദയുടെ, ദൈവഹിതത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരു സ്ഥലത്താണ് വരായിരുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ദൈവഹിതത്തിലാണോ നാം ആയിരിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം ഹിതത്തിലാണോ ആയിരിക്കുന്നത്? എനിക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹിതം അനുസരിച്ച്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത്. അതാണ് ഇസ്രായേൽ മക്കൾ അതാണ് ചെയ്തത്. ഗോഷൻ നല്ല സ്ഥലമാണ്, പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് എന്ന് കണ്ട് അങ്ങോട്ട് പോയി. നമുക്കറിയാം, ലോത്ത് അങ്ങോട്ടാ പോയത്. അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. ലോത്ത് നോക്കിയപ്പോൾ എന്തോ പച്ചപ്പ് നിറഞ്ഞ ഫലഭൂയിഷ്ടമായ ആ സ്ഥലത്തേക്കാണ്, സോദോം ഗോമറ. പിന്നീട് അത് സോദോം ഗോമറയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ആ സ്ഥലങ്ങളിൽ നമുക്കായിരിക്കാം, കർത്താവിൽ നമുക്ക് വസിക്കാം, കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ നമുക്ക് വസിക്കാം. എങ്കിലേ നമ്മൾ ധാരാളം ഫലം കായ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഇസ്രായേൽ മക്കള് ഇവര് ആഗ്രഹിച്ച് പോയ ആ സ്ഥലം അത് നിഷ്ഫലതയുടെ നഗരമാണെന്ന് അവർക്ക് മനസ്സിലായി, അടിമത്തത്തിന്റെ നഗരമാണെന്ന് മനസ്സിലായി, ദൈവനിന്ദയുടെ സ്ഥലമാണെന്ന് മനസ്സിലായി. ദൈവശബ്ദം കേട്ടത് അവരവിടെ നിന്ന് അവര് യാത്ര പുറപ്പെടുകയാണ്. അവരങ്ങനെ യാത്ര പുറപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സുക്കോത്ത്. അവര് കനാൻ ദേശത്തേക്ക് യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ആദ്യമായി അവര് താവളം അടിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഖ്യാപുസ്തകം 38-ാം അധ്യായത്തിൽ പറയുന്നു, അവര് രാംസേസിൽ നിന്ന് പുറപ്പെട്ട് 33-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, രാംസേസിൽ നിന്ന് അവർ പുറപ്പെട്ട് സുക്കോത്തിൽ അവര് താവളം അടിച്ചു. സുക്കോത്ത് എന്തിന്റെ പ്രതീകമാണ്?
ഒന്നാമതായിട്ട് ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് റെസ്റ്റോറേഷൻ. അത് യഥാസ്ഥാനപ്പെടുന്നതിന്റെ ഒരു പ്രതീകമാണ് സുക്കോത്ത്. ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവം ആവശ്യപ്പെട്ട് പോകുന്നതായ ഒരു സ്ഥലമാണ് സുക്കോത്ത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളോട് ദൈവമാണ് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഇവിടെ വിട്ടു പോവുക. മോശയോട് ദൈവം പറഞ്ഞു, അവരെ നീ നയിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് പോവുക. ദൈവശബ്ദം കേട്ട് യാത്ര പുറപ്പെടുന്നതായ സ്ഥലമാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി 33:17 നമുക്ക് കാണാൻ സാധിക്കും. 33-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഏശാവിനെ ഭയപ്പെട്ട് യാക്കോബ് ഓടിപ്പോവുകയാണ്. ജീവനും കൊണ്ട് യാക്കോബ് ഓടി രക്ഷപ്പെടുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? സുക്കോത്തിലേക്കാണ് പോയത്. സുക്കോത്തിൽ ചെന്ന് അവിടെയാണ് യാക്കോബ് ആശ്വാസത്തോടുകൂടെ അവിടെ ഇരിക്കുകയാണ്. നമ്മളവിടെ വായിക്കുന്നത് എന്താണ്? യാക്കോബ് അവിടെ ഒരു വീട് പണിത് കന്നുകാലികളെയൊക്കെ വാങ്ങി, ആ കന്നുകാലികൾക്ക് വേണ്ടി തൊഴുത്തും ഒക്കെ പണിത് അവനവിടെ സെറ്റിലായി സമാധാനത്തോടുകൂടി ഐശ്വര്യമായിട്ട് അവിടെ ജീവിക്കുകയാണ്. ദുഃഖങ്ങളെല്ലാം മറന്ന്, ഭയമില്ലാതെ, ആശങ്കകളെല്ലാം മറന്ന് സ്വസ്ഥതയുടെ ഒരു സ്ഥലമായിട്ട്, സ്വസ്ഥമായിട്ട് വസിക്കുന്ന ഒരു സ്ഥലമാണ് സുക്കോത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മൾ ചെല്ലുന്നതായ സുക്കോത്ത് ആശ്വാസത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ നമുക്ക് അവിടെ ആയിരിക്കുന്നതിനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് സുക്കോത്തിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. റാംസേസ് ഈസ് എ സിംബൽ ഓഫ് ഫ്രൂട്ട്ലെസ്നെസ്. നിഷ്ഫലതയുടെ പ്രതീകമാണ് റാംസേസ് എന്ന പട്ടണമെങ്കിൽ, ഈ സുക്കോത്ത് ഫലപ്രാപ്തിയുടെ പ്രതീകമാണ്. മിസ്രയീമിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ആശ്വസിക്കുന്ന സ്ഥലമാണ്. നൂറ്റാണ്ടുകളായി അവർ കാത്തിരുന്നതായ ആ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ആഘോഷിക്കുന്നതായ ഒരു സ്ഥലമാണ് ഈ സുക്കോത്ത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവഹിതപ്രകാരം ചെന്നെത്തുന്നതായ ഒരു സ്ഥലമാണ്. അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് സമാധാനമുണ്ട്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ കയ്യിലുണ്ട്. ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവരുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കും. ഹഗ്ഗായി പ്രവചനത്തിൽ വായിച്ചതുപോലെ ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെയല്ല, എത്ര അധ്വാനിച്ചാലും അതിന് ഫലമില്ലാത്തതുപോലെയല്ല നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം ദൈവം നൽകും. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്ഹാക്ക് വിതച്ചു, ദൈവം അവന് 100 മേനി ഫലം കൊടുത്തു. നമുക്കറിയാം, 1 ലിറ്റർ നെല്ല് വിതച്ചാൽ, അല്ലെ 1 ലിറ്റർ ഗോതമ്പ് വിതച്ചാൽ, 1 ചാക്ക് ഗോതമ്പ് കൊണ്ട് വിതയ്ക്കുമ്പോൾ 100 ചാക്കാണ് ലഭിക്കുന്നത്. എത്ര അനുഗ്രഹകരമായ ഒരു ഫലസമൃദ്ധിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം നമ്മോട് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ, ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിലാണ് ഫലം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് ദൈവഹിതത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം? നമുക്കറിയാം, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ ഹിതം, നമ്മൾ പാട്ട് പാടും, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ പലപ്പോഴും അത് പാടിയിട്ട് നമ്മുടെ ഹിതം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പൗലോസിന്റെ പ്രാർത്ഥന പോലെ ആയിരിക്കട്ടെ. പൗലോസ് പിന്നീട് കൊലോസ്യ ലേഖനത്തിൽ പറയാണ്, ആ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്താണ് അവന്റെ പ്രാർത്ഥന? നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കണമെന്നോ, നല്ല വീട് നിങ്ങൾ വെക്കണമെന്നോ ഒന്നുമല്ല പ്രാർത്ഥന. ദൈവഹിതത്തിൽ നിങ്ങൾ നിശ്ചയമുള്ളവരായി തീരണം. ദൈവഹിതത്തിന്റെ നിശ്ചയത്തിൽ നിങ്ങൾ തികഞ്ഞവരായി തീരണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവൻ പ്രാർത്ഥനയിൽ രാപ്പകൽ പോരാടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ദൈവഹിതത്തിലേക്ക് നമുക്ക് നിലനിൽക്കാം. അങ്ങനെയെങ്കിൽ ആ ഫലപ്രാപ്തി, നമ്മുടെ അധ്വാനത്തിന്റെ ഫലപ്രാപ്തി ആ സമാധാനത്തിന്റെ സ്ഥലത്ത് നമുക്ക് ആയിത്തീരാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് ഈ സുഖത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഗോഡ്സ് പീസ്. സ്വർഗീയ സമാധാനത്തിന്റെ പ്രതീകമാണ് സുഖത്ത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭം, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ ദൈവം ഇറങ്ങി വന്നു. ആ മോശ ദൈവത്തോടൊപ്പം ആയിരുന്നപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മോശ ഇരുന്നു. മോശയെ തിരിച്ചു വരുമ്പോൾ മോശയെ കണ്ടപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ സാന്നിധ്യം
ആ മോശയുടെ മുഖത്ത് കണ്ടിട്ട് അവർക്ക് മോശയെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്രായേൽ പാളയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പാളയങ്ങളിലും ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇമ്മാനുവേൽ ആ ദൈവം. ആ പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് ഈ പുതിയ നിയമസഭയിൽ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്, നമ്മോടൊപ്പം. അവൻ ഇമ്മാനുവേലായ ദൈവമാണ്, നമ്മോടൊപ്പം വസിക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കണ്ടാലും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മളെ കൈവിടാതെ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ കൈവിടാതെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ദൈവഹിതത്തിൽ നാം നിലനിൽക്കുക എന്നുള്ളതാണ്. ആ മുന്തിരിവള്ളിയിൽ വസിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കായ്ക്കുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇസ്രായേൽ മക്കൾ ചെന്നത് ആ സമ്പന്നതയുടെ മടിത്തട്ടിലേക്കാണ് അവർ പോയത്. പക്ഷേ അവരനുഭവിച്ചത് എന്താണ്? ദാരിദ്ര്യമാണ് അനുഭവിച്ചത്, അടിമത്തമാണ് അനുഭവിച്ചത്, യാതനകളാണ് അനുഭവിച്ചത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ അമേരിക്കയിൽ സമ്പന്നതയുടെ അടിത്തട്ടിലേക്ക് വന്നെങ്കിലും, ആ സമ്പന്നതയൊക്കെ ഉണ്ടെങ്കിലും നിഷ്ഫലമായ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളെ, നമുക്ക് സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളെ, എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ലോകത്തിന്റെ സമ്പന്നതയൊന്നും അല്ല പ്രിയമുള്ളവരെ പ്രാധാന്യം. ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ ആ വളർന്നു വരുന്നതും ആ ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതുമാണ്, കർത്താവാകുന്ന ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്നതാണ് ഫലം കായ്ക്കുന്നതിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അതുകൊണ്ട് അങ്ങനെ സ്വർഗീയമായിട്ടുള്ള ആ സമാധാനത്തിൽ വസിക്കുവാൻ, ആ യഥാസ്ഥാനം, കർത്താവുമായിട്ട് ഉള്ള ആ ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ട് ആ സ്വർഗീയമായ സമാധാനത്തിൽ വസിക്കുവാൻ, ദൈവഹിതപ്രകാരമുള്ള ഫലങ്ങൾ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അതുകൊണ്ട് ഇസ്രായേൽ മക്കള് ചെന്നതുപോലെ ആ ദൈവ നിന്ദയുടെ സ്ഥലത്ത് നിന്നും അവർ പുറപ്പെട്ട് ദൈവഹിതത്തിലേക്ക് ചെന്നതുപോലെ നാം ദൈവഹിതത്തെ പരിത്യജിക്കുന്നതായ ഒരു സ്ഥലത്താണ് നാം ആയിരിക്കുന്നതെങ്കിൽ അതിൽ യാത്ര പുറപ്പെട്ട് ആ ദൈവികമായ സമാധാനത്തിൽ, ദൈവികമായ ആ ദൈവമായിട്ടുള്ള ആ ഒരു യഥാസ്ഥാനപ്പെട്ട് ആ ദൈവിക സമാധാനത്തിൽ നമുക്ക് വസിക്കാം. ദൈവം തന്റെ ആത്മാവ് മൂലം നമ്മെ അതിന് സഹായിക്കട്ടെ. താങ്ക് യു.